നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂർ റവന്യൂ ജില്ലാ കേരള സ്കൂൾ ശാസ്ത്രോത്സവം 30-31 തീയതികളിൽ തലശ്ശേരിയിലെ വിവിധ സ്കൂളുകളിലായി നടക്കും. റവന്യൂ ജില്ലയിലെ 6000-ഓളം വിദ്യാർത്ഥി പ്രതിഭകൾ മാറ്റുരയ്ക്കും. അരനൂറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് ചരിത്ര മുന്നേറ്റത്തിന് ചുക്ലിയുടെ കയ്യൊപ്പ്. മേക്കുന്നിലും ആണ്ടിപ്പീടികയിലും ഉൾപ്പെടെ 41 കുടുംബങ്ങൾക്ക് ചൊവ്വാഴ്ച സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ പട്ടയം അനുവദിക്കും. കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് ഓഫീസിന് പുതിയ കെട്ടിടമൊരുങ്ങുന്നു. കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ നിർവഹിച്ചു. തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ വടക്കേ പൊയിലൂർ കുഴിക്കൽ സെൻട്രൽ പൊയിലൂർ റോഡിന് ഒടുവിൽ ശാപമോക്ഷം. പ്രവൃത്തി ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കണ്ണൂർ റവന്യൂ ജില്ലാ കേരള സ്കൂൾ ശാസ്ത്രോത്സവം 30-31 തീയതികളിൽ തലശ്ശേരിയിലെ വിവിധ സ്കൂളുകളിലായി നടക്കും. റവന്യൂ ജില്ലയിലെ 6000-ഓളം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന മേള 30-ന് രാവിലെ 10:30-ന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ D ഷൈനിയും സംഘാടക സമിതി ഭാരവാഹികളും തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണൂർ റവന്യൂ ജില്ലാ കേരള സ്കൂൾ ശാസ്ത്രോത്സവം 30-31 തീയതികളിൽ തലശ്ശേരിയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നടക്കും. 6000-ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു മഹാമേളയാണ്. ഈ ശാസ്ത്ര ഉത്സവത്തിൽ നമ്മുടെ കുട്ടികളുടെ ശാസ്ത്ര പ്രതിഭ ഉയർത്തുന്നതിനൊക്കെ ആയിട്ട് നടക്കുന്ന ഈ മേള ഏറ്റവും ഭംഗിയായിട്ട് തന്നെ നമുക്ക് നടത്തണം. അതിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് 30-ാം തീയതിയാണ് ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുന്നതെങ്കിലും ഒക്ടോബർ 29-ന് തന്നെ നമുക്ക് ശാസ്ത്ര നാടകം നടത്തേണ്ടതായിട്ടുണ്ട്. ശാസ്ത്ര നാടകം നടക്കുന്നത് ഒക്ടോബർ 29-ാം തീയതിയാണ്. പിന്നെ ഉദ്ഘാടന സമ്മേളനം ഒക്ടോബർ 30 വ്യാഴാഴ്ച രാവിലെ 10:30-ന് ഗവൺമെൻറ് ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത്. അതിൽ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം നിർവഹിക്കും. സമാപന സമ്മേളനം ഒക്ടോബർ 31-ന് വെള്ളിയാഴ്ച 4:30-ന് വൈകുന്നേരം 4:30-ന് നടക്കും. സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട തലശ്ശേരി നഗരസഭ വൈസ് ചെയർമാൻ ശ്രീ MB ജയരാജൻ നിർവഹിക്കും. റവന്യൂ ജില്ലയിലെ 6000-ഓളം വിദ്യാർത്ഥി പ്രതിഭകൾ ശാസ്ത്രാഭിരുചികൾ പ്രകടമാക്കുന്ന മേള 30-ന് രാവിലെ 10:30-ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. ശാസ്ത്രമേള തലശ്ശേരി സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും, ഗണിതശാസ്ത്ര IT മേള സേക്രഡ് ഹയർ സെക്കൻഡറി സ്കൂളിലും, സാമൂഹ്യശാസ്ത്രമേള BMB ഹയർ സെക്കൻഡറി സ്കൂളിലും, പ്രവൃത്തി പരിചയമേള മുബാർക്ക് ഹയർ സെക്കൻഡറി സ്കൂളിലും, സ്കിൽ ഫെസ്റ്റിവൽ ഗവൺമെന്റ് LP സ്കൂളുമായാണ് നടക്കുകയെന്നും സംഘാടകർ അറിയിച്ചു. വിവിധ വേദികളിലായിട്ടാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത്. അത് ശാസ്ത്രമേള സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചും, ഗണിതശാസ്ത്രമേള സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ, സാമൂഹ്യശാസ്ത്രമേള BMB ഹയർ സെക്കൻഡറി സ്കൂൾ, പ്രവൃത്തി പരിചയമേള മുബാർക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ, IT മേള സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ, അതുപോലെ സ്കിൽ ഫെസ്റ്റിവൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന സ്കിൽ ഫെസ്റ്റിവൽ ഗവൺമെൻറ് LP സ്കൂളുമായിട്ടാണ് നടക്കുന്നത്. ശാസ്ത്ര നാടകം ബുധനാഴ്ച ബ്രണ്ണൻ ഹയർ സെക്കൻഡറിയിലും NCERT സെമിനാർ B.Ed സെഞ്ചറിലും നടക്കും. ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഭക്ഷണം ഒരുക്കുന്നത്. ഇവിടെ പാകം ചെയ്യുന്ന ഭക്ഷണം മത്സരാർത്ഥികൾക്ക് അതാത് വിദ്യാലയങ്ങളിൽ എത്തിച്ചു നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സമാപന സമ്മേളനം 31-ന് വൈകിട്ട് 4:30-ന് ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ തലശ്ശേരി നഗരസഭ വൈസ് ചെയർമാൻ MB ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CP അനിത സമ്മാനങ്ങൾ വിതരണം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ D ഷൈനി, ഷബാന ഷാനവാസ്, V സ്വാതി, VV വിനോദ് കുമാർ, TK സുനീർ, E ഷൈനേഷ് ചന്ദ്ര എന്നിവരും സംബന്ധിച്ചു. അരനൂറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് ചരിത്ര മുന്നേറ്റത്തിന് ചുക്ലിയുടെ കയ്യൊപ്പ്. മേക്കുന്നിലും ആണ്ടിപ്പീടികയിലും ഉൾപ്പെടെ 41 കുടുംബങ്ങൾക്ക് പട്ടയം അനുവദിക്കാനുള്ള നടപടികൾ പൂർത്തിയായി. ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്ക് സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ പട്ടയ വിതരണം നടത്തും. ചുക്ലി പഞ്ചായത്തിലെ മേക്കുന്നിലും ആണ്ടിപ്പിടികയിലുമുള്ള 41 കുടുംബങ്ങൾക്കാണ് സ്വപ്ന സാക്ഷാത്കാരം ആയിരിക്കുന്നത്. 50ഓളം വർഷത്തെ ഇവരുടെ കാത്തിരിപ്പിനാണ് ഇപ്പോൾ വിരാമമാകുന്നത്. കിടപ്പാടങ്ങളുടെ കൈവശരേഖകൾ,
ഇവർക്ക് ഇനി ലഭിക്കും. പട്ടയ വിതരണ ചടങ്ങ് ഒക്ടോബർ 28 ചൊവ്വാഴ്ച വൈകിട്ട് 4 ചൊക്ലി പഞ്ചായത്ത് ഇ കെ നായനാർ കോൺഫറൻസ് ഹാളിൽ നടക്കും. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്ന് ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ രമ്യ ടീച്ചർ പറഞ്ഞു. 41 കുടുംബം ചൊക്ലി ഗ്രാമപഞ്ചായത്തിൽ പട്ടയത്തിൻ്റെ അനുവാദ പത്രികയ്ക്ക് വേണ്ടി അനുവാദ പത്രിക സമർപ്പിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പഞ്ചായത്ത് ചെയ്യുകയും സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ MLAയും സ്പീക്കറും കൂടിയായിട്ടുള്ള ഷംസീർ MLAയുടെ നേതൃത്വത്തിൽ നല്ലൊരു ഇടപെടലിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത്രയും വേഗം നമുക്ക് പട്ടയം കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. നിലവിലെ ഈ പട്ടയം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾക്ക് ഒരു വീട് എന്നുള്ള സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലുള്ള പഞ്ചായത്തിൻ്റെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവർക്ക് അനുവാദം കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പട്ടയം ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. മേക്കുന്ന് 8-ാം വാർഡിൽ 4 ഇരട്ട വീടുകൾ ഉൾപ്പെടുന്നതാണ് പദ്ധതിയുടെ പ്രത്യേകത. പട്ടയം ലഭിക്കുന്നതോടെ ഗുണഭോക്താക്കൾക്ക് ലൈഫ് ഹൗസിംഗ് പദ്ധതിയുടെ പരിധിയിൽ പുതിയ വീടുകൾ ലഭിക്കും. ഇതിൻ്റെ ആഹ്ലാദത്തിൽ കൂടിയാണ് പട്ടയങ്ങൾ ലഭിക്കുന്ന കുടുംബങ്ങൾ. 1995 ഒരു പട്ടയം ഇവിടെ ലഭിച്ചാണ്. ബാക്കിയുള്ളവർക്ക് 2018 കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് ബാക്കിയുള്ളവർക്കാണ് ഇന്നത്തെ പട്ടയം കൊടുക്കുന്നത്. മേക്കുന്ന് ലക്ഷം വീട് കോളനിയും ആണ്ടിപ്പീടിയ ലക്ഷം വീട് കോളനിക്കാർക്കും കൂടിയുള്ള 41 വീട്ടുകാർക്ക് ബാക്കിയുള്ളതാണ് 28-ാം തീയതി പട്ടയം ലഭിക്കുന്നത്. 45 കൊല്ലമായി ഞാനിവിടെ താമസിക്കുന്നു. അപ്പോൾ പട്ടയം പിന്നെ ഇതുവരെയായിട്ട് നമുക്ക് പട്ടയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പം അന്ന് അത് പിന്നെ സർക്കാർ തീരുമാനപ്പെടുത്തിയത് പട്ടയം കൊടുക്കണം എല്ലാവർക്കും. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒരുപാട് വർഷമായി ഇവിടെ താമസിക്കുന്നത്. പട്ടയം ഇപ്പോൾ റവന്യൂ പഞ്ചായത്തും ഗവൺമെൻറ് എല്ലാം കൂടെ അനുവദിച്ച് തന്നെ അതുകൊണ്ട് വീടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പട്ടയം കിട്ടിയാലാണ് റെഡിയാകാൻ പറ്റൂ. അതൊരുപാട് സന്തോഷം. ഈ നാട്ടിൽ വന്നിട്ട് 32 വർഷമായി. ഇതുവരെ എനിക്ക് പട്ടയം 95 കിട്ടിയായിരുന്നു. അതിന് നമ്പറില്ല. ഇപ്പം 28-ാം തീയതി പട്ടയം കിട്ടും എന്നുള്ള ഒരു ഉറപ്പിൽ എനിക്കിതിപ്പോൾ സന്തോഷത്തിൻ്റെ ദിവസമാണ്. ഞാൻ 46 കൊല്ലമായി താമസിക്കുന്നു. ഇതുവരെ പട്ടയം കിട്ടിയിട്ടില്ല. പിന്നെ നമ്പറാന്ന് തോന്നില്ലാത്തത്. അതുകൊണ്ട് പഞ്ചായത്തിനും എല്ലാം സന്തോഷം അത് കിട്ടുന്നതിനും. കുറേ വർഷമായി പട്ടയത്തിന് അപേക്ഷ കൊടുത്തിട്ട് ഇപ്പോൾ പട്ടയം കിട്ടുന്നു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. കൈയാക്കാനാ ഞാൻ പാർക്കുന്ന ലക്ഷം വീട് ഇരട്ട വീട്ടിലാണ്. പട്ടയം കിട്ടാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പം പഞ്ചായത്ത് റവന്യൂ എല്ലാം പട്ടയം തരാമെന്ന് പറഞ്ഞ് അതുകൊണ്ട് വീടൊന്നും പുതുക്കി പണിയാനാകുന്നില്ല. ഇനി എന്തെങ്കിലും പട്ടയം കിട്ടിയാൽ വീട് പുതുക്കി പണിയണം. ചുമരെല്ലാം മറിഞ്ഞു വീഴാനായിന്. പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ രമ്യയുടെ നേതൃത്വത്തിൽ ദിവസങ്ങളോളം കേന്ദ്രീകരിച്ച് നടത്തിയ സാറ്റലൈറ്റ് സർവേയും അതിരുകൾ നിശ്ചയിക്കുന്ന പ്രവർത്തനങ്ങളുമാണ് പട്ടയ വിതരണം സാധ്യമാക്കിയത്. 4.5 വർഷങ്ങൾക്ക് മുൻപ് കർഷക തൊഴിലാളി മേനപ്പുറം വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗുണഭോക്താക്കളുടെ അപേക്ഷകൾ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ രമ്യയ്ക്ക് കൈമാറിയിരുന്നു. കർഷക തൊഴിലാളി സംസ്ഥാന കമ്മിറ്റി അംഗം കെ കുഞ്ഞബ്ദുള്ളയും ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി. പട്ടയമില്ലാത്ത ഒരു കുടുംബവും കേരളത്തിലുണ്ടാകരുതെന്ന സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായി തലശ്ശേരിയിൽ സ്പീക്കർ വിളിച്ച പട്ടയ അസംബ്ലിയിൽ പട്ടയ വിതരണം അതിവേഗം നടപ്പിലാക്കാൻ തീരുമാനമെടുത്തിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ചൊക്ലി വില്ലേജിൽ പ്രത്യേക ഉദ്യോഗസ്ഥനെ നിയമിച്ചതോടെയാണ് നടപടികൾ വേഗം പൂർത്തീകരിക്കാൻ സാധിച്ചത്. ചൊക്ലി പഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ മികച്ച രീതിയിൽ രേഖപ്പെടുത്തുന്ന നേട്ടം കൂടിയായി ഈ പട്ടയ വിതരണം മാറുമെന്ന് ജനപ്രതിനിധികൾ പറഞ്ഞു. കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് ഓഫീസിനായി പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന് സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ ശിലാസ്ഥാപനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്തുകൾ പൊതുജന സൗഹൃദ ഇടമാകണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സ്പീക്കർ പറഞ്ഞു. കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു. കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം വർണ്ണശബളമായ അന്തരീക്ഷത്തിൽ നടന്നു. ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കാനെത്തിയ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീറിനെ വനിതാ ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയിൽ സ്വീകരിച്ചാനയിച്ചു.
ഉത്സവാന്തരീക്ഷത്തിൽ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്തുകൾ പൊതുജന സൗഹൃദ ഇടങ്ങളാകണമെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഞ്ചായത്ത് അധികൃതരെ അറിയിക്കാൻ പൊതുജന സൗഹൃദത്തിലുള്ള ഒരു മീറ്റിംഗ് ഹാൾ കൂടി നിർമ്മാണത്തിൽ ഉൾപ്പെടുത്തണമെന്നും സ്പീക്കർ നിർദ്ദേശിച്ചു. പാറാട് ടൗണിലാണ് ഉദ്ഘാടന ചടങ്ങ് ഒരുക്കിയത്. നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഒരു 50 വർഷം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു പ്ലാൻ ആയിരിക്കണം ഇവിടെ പാസ്സാക്കേണ്ടതും. അതിനടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം ജനങ്ങൾക്ക് വരാൻ പറ്റണം. ജനങ്ങൾക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെയും പഞ്ചായത്തിലെ ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയും കാണാൻ ഒരു പീപ്പിൾ ഫ്രണ്ട്ലി ആയ ഒരു ഏരിയ നിർബന്ധമായി ഉണ്ടാവണം. ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കൊക്കെ ഇരിക്കാൻ സൗകര്യപ്രദമായ, പഞ്ചായത്ത് യോഗം ചേരാൻ സാധിക്കുന്ന സൗകര്യപ്രദമായ ഹാൾ, ഒപ്പം ഒരു ചെറിയ ചെറിയ ഫംഗ്ഷൻസ് 200-300 ആൾക്ക് ഇരിക്കാൻ സാധിക്കുന്ന ഓഡിറ്റോറിയം കൂടി നിർമ്മിക്കാൻ പാകത്തക്ക നിലയിലായിരിക്കണം ഭാവിയിൽ ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടത്. അതിനകത്തൊന്നും ഒരു പിശുക്ക് കാണിക്കേണ്ട കാര്യമില്ല. മികച്ച ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ഒരു കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു. എരുവപ്പെട്ടി പഞ്ചായത്ത് മികച്ച നിലയിലാണ് പഞ്ചായത്തിന്റെ കെട്ടിടം പണിതത്. അതിന് സമാനമായി തന്നെ കുന്നൂർത്തോമ്പ് ഗ്രാമപഞ്ചായത്തും ആ നിലയിൽ ഒരു പുതിയ കാര്യങ്ങൾ നിർമ്മിക്കുമ്പോൾ ഭാവനാപൂർണമായി കെ.പി. മോഹനൻ MLA അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് സംഘാടക സമിതി കൺവീനർ എൻ. അനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ. ഷീല, കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ. ലത, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷ രരോത്ത്, കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യുത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VP ശാന്ത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സാദിഖ് പാറാട്ട്, ചന്ദ്രിക പതിയൻ്റെവിട, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ NP അനിത, PK മുഹമ്മദ് അലി, P മഹിജ, പഞ്ചായത്ത് അംഗം ഫൈസൽ കൂലൂത്ത്, പഞ്ചായത്ത് സെക്രട്ടറി NK സാഗർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കരുവാങ്കണ്ടി ബാലൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ K. കുഞ്ഞബ്ദുള്ള, P. ദിനേശൻ, KP രാമചന്ദ്രൻ മാസ്റ്റർ, TP അബൂബക്കർ, KC വിഷ്ണു, K. മുകുന്ദൻ മാസ്റ്റർ, VP അബൂബക്കർ, മൊയ്തു പത്തായത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. വഴിയോര കച്ചവട സംരക്ഷണ നിയമം അനുസരിച്ച് തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ബാധ്യത നഗരസഭയ്ക്ക് ഉണ്ടെന്നും ഇതിനെതിരെ നിലപാട് സ്വീകരിച്ചാൽ പ്രതികരിക്കുമെന്നും KPCC ഖജാൻജി VA നാരായണൻ. നാഷണൽ ഫുട്പാത്ത് ഉന്തുവണ്ടി പെട്ടിക്കച്ചവട തൊഴിലാളി യൂണിയൻ INTUC സംഘടിപ്പിച്ച പ്രതിഷേധ സമരം പഴയ ബസ് സ്റ്റാൻഡിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തലശ്ശേരി MG റോഡിൽ വഴിയോര കച്ചവടം നടത്തിവരുന്ന തൊഴിലാളികളെ നിയമവിരുദ്ധമായി ഒഴിപ്പിക്കാനുള്ള നഗരസഭയുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് INTUCയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. നാഷണൽ ഫുട്പാത്ത് ഉന്തുവണ്ടി പെട്ടിക്കച്ചവട തൊഴിലാളി യൂണിയൻ INTUC തലശ്ശേരി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MG റോഡിൽ പ്രതിരോധ സമരം സംഘടിപ്പിച്ചു. KPCC ട്രഷറർ VA നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ആ തലശ്ശേരിയുടെ പേര് നിലനിർത്താനും തലശ്ശേരിക്ക് ഇത്രയുള്ള ഒരു പദ്ധതികളുമായി മുന്നോട്ടേക്ക് പോകുമ്പോൾ അതിനെ ഞങ്ങളെല്ലാം സ്വാഗതം ചെയ്യും. പക്ഷേ അത് പാവപ്പെട്ടവന്റെ അന്നം മുടക്കിക്കൊണ്ടാകരുത് എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിശ്വസിക്കുന്നു. പാവപ്പെട്ടവന്റെ കഞ്ഞിയിൽ മൺവാരിയിട്ടുകൊണ്ടുള്ള വികസനം ഈ രാജ്യത്ത് വേണ്ട. വികസനത്തിന് ആരും എതിരല്ല. പക്ഷേ ഇവരെ കൂടി സംരക്ഷിക്കാനുള്ള ബാധ്യത ഭരണാധികാരി വർഗത്തിലുണ്ട്. അത് മുനിസിപ്പാലിറ്റി ആയാലും സംസ്ഥാന സർക്കാരായാലും ജില്ലാ പഞ്ചായത്തായാലും ഏത് ഭരണമായാലും ആ ഭരണത്തിന് ഈ പാവപ്പെട്ട തൊഴിലാളികളെ ഇവിടെ ഇരിക്കുന്നു 10-65 ആളുകൾ അവര് ഉപജീവന മാർഗമാണ്. ആ ഉപജീവന മാർഗം ഇല്ലാതാക്കി എന്തിന്റെ പേരിൽ നടത്തിയാലും അവരെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഈ രാജ്യത്ത് നിലനിൽക്കുന്നുവെങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനം ഏറ്റെടുക്കുമെന്ന് ഞാൻ അസന്നിഗ്ധമായി ഈ വേദിയിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. യൂണിയൻ പ്രസിഡന്റ് M. നസീർ അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MP അരവിന്ദാക്ഷൻ, INTUC സംസ്ഥാന സെക്രട്ടറി P. ജനാർദ്ദനൻ, INTUC റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് NK രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. മൊകേരി ഗ്രാമപഞ്ചായത്ത് ആയുഷ് ഹോമിയോ ഡിസ്പെൻസറി ആശുപത്രിയാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി കെട്ടിടത്തിൻ്റെ 1ാം നില ആരോഗ്യ കുടുംബക്ഷേമ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. KP മോഹനൻ MLA അധ്യക്ഷത വഹിച്ചു. മൊകേരി ഹോമിയോ ഡിസ്പെൻസറി ആശുപത്രിയാകുന്നു. 1ാം നില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു. KP മോഹനൻ MLA ചടങ്ങിൽ അധ്യക്ഷനായി. ഇതൊക്കെ തന്നെ രീതിയിലാണ് ചികിത്സയിലേക്ക് കുറേ മാറ്റങ്ങൾ വന്നു. ആധുനിക ചികിത്സാ രംഗത്ത് ഹോമിയോ ഏറ്റവും നന്നായി പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം ഡിസ്പെൻസറികളും അതോടൊപ്പം തന്നെ കേന്ദ്രങ്ങളും
പ്രത്യേകിച്ച് മറ്റ് പരിശീലനങ്ങളൊക്കെ തന്നെ നൽകുന്ന രൂപത്തിലുള്ള ഇത്തരം കേന്ദ്രങ്ങൾ നമുക്ക് നാടിന് ഏറ്റവും ഗുണകരമായിട്ട് വരും. ഞാൻ ഇപ്പോൾ തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിലെ ഒരു ഡിസ്പെൻസറി ഉദ്ഘാടനം ചെയ്തിട്ടാണ്, കെട്ടിടം ഉദ്ഘാടനം ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇത് പരമാവധി ഉപയോഗപ്പെടുത്താൻ നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ആളുകളും മുന്നോട്ട് വരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയാണ് ഡിസ്പെൻസറിയെ ആധുനിക സൗകര്യത്തോടെ രോഗികളെ കിടത്തി ചികിത്സിക്കാനുള്ള സംവിധാനമൊരുക്കിയാണ് ആശുപത്രിയാക്കി ഉയർത്തുന്നത്. 63 ലക്ഷം രൂപ വകുപ്പ് ഫണ്ടും 33 ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്ത് ഫണ്ടും ഉപയോഗിച്ചാണ് കെട്ടിടത്തിന്റെ 1ാം നില പണിച്ചത്. മുകേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി വത്സൻ, വൈസ് പ്രസിഡന്റ് എം രാജശ്രീ, പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ പ്രസീത, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വി പി റഫീഖ്, കെ വി മുകുന്ദൻ, വി പി ഷൈനി, വാർഡംഗം പ്രസന്ന ദേവരാജ്, മുൻ പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കുഞ്ഞബ്ദുള്ള, ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി പി ഹന, കാങ്ങാടൻ അസീസ്, ഹരിദാസ് മുകേരി തുടങ്ങിയവർ സംസാരിച്ചു. തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ വടക്കേ പൊയിലൂർ കുഴിക്കൽ സെൻട്രൽ പൊയിലൂർ റോഡ് പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. കെ പി മോഹനൻ MLA അധ്യക്ഷത വഹിച്ചു. കൂത്തുപറമ്പ് മണ്ഡലത്തിലെ തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് വടക്കേ പൊയിലൂർ കുഴിക്കൽ സെൻട്രൽ പൊയിലൂർ റോഡ് പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു. കെ പി മോഹനൻ MLA ചടങ്ങിൽ അധ്യക്ഷനായി. ശിലാഫലകം അന്നച്ഛാദനവും കെ പി മോഹനൻ MLA നിർവഹിച്ചു. കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ വടക്കേ പൊയിലൂർ കുഴിക്കൽ സെൻട്രൽ പൊയിലൂർ റോഡ് നവീകരണം ഉദ്ഘാടനം ചെയ്തതായി സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. 5 കിലോമീറ്റർ റോഡ് BMNBC നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ്. ഈ നാടിൻ്റെ വികസനത്തിന് ഈ റോഡ് പദ്ധതി ഗുണകരമാകും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുകയാണ്. കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട പൊതുമരാമത്ത് റോഡുകളെല്ലാം മികച്ച നിലവാരത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു. ഗ്രാമീണ മേഖലയിൽ പശ്ചാത്തല വികസന വലിയ നിലയിൽ മെച്ചപ്പെട്ടു. ഇക്കാര്യത്തിൽ നിങ്ങളുടെ ബഹുമാനപ്പെട്ട MLA നമ്മുടെ മോഹനേട്ടൻ മുൻകൈ പ്രത്യേകമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വൈകിയപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ രീതിയിലുമുള്ള ഇടപെടൽ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് ഇവിടുന്ന് കുഴിക്കൽ വരെ വടക്കേപ്പള്ളി കുഴിക്കൽ വരെയുള്ളതിന് 10 കോടി രൂപയും ബാക്കിയുള്ള സംഖ്യ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോഴാണ് നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 10 കോടി രൂപ ഈ മണ്ഡലത്തിലേക്ക് അനുവദിച്ചത്. ഇപ്പോൾ 10 കോടിയിൽ നിന്ന് ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള 3,57,00,000 രൂപ കൂടി ലഭിച്ചപ്പോൾ 13,57,00,000 രൂപക്ക് നമുക്ക് വടക്കേ പൊയിലൂരിൽ നിന്ന് കുഴിക്കൽ നിന്ന് പൊയിലൂർ വരെയുള്ള റോഡ്. പൊതുമരാമത്ത് വകുപ്പ് റോഡുകൾ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KM ഹരീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. റോഡിന്റെ നിലവിലെ പരിതാപകരമായ അവസ്ഥ പരിഹരിച്ച് അഭിവൃദ്ധിപ്പെടുത്തുന്നതിന്റെ പ്രവൃത്തി ഉദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത്. റോഡ് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെടുകയും കുഴിക്കൽ, ചമതക്കാട്, നരിക്കോട്, വാഴമല ഭാഗങ്ങളിലേക്ക് തടസ്സരഹിതമായി യാത്ര സാധ്യമാവുകയും ചെയ്യും. അതുവഴി വാഴമല ടൂറിസത്തിനും ഈ പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങൾക്കുമെല്ലാം ഇത് മുതൽക്കൂട്ടാവുകയും ചെയ്യും. 6.70 കിലോമീറ്റർ നീളത്തിൽ 5.50 മീറ്റർ വീതിയിൽ GSB, WMM, BMBC തുടങ്ങിയവയും 5ഓളം കലുങ്കുകളുടെ പുനർനിർമ്മാണവും അവയോടനുബന്ധിച്ചുള്ള കോൺക്രീറ്റ് ഓവുചാലുകളുടെ നിർമ്മാണവും റോഡ് സൈഡ് സംരക്ഷണ ഭിത്തി നിർമ്മാണവും റോഡ് സേഫ്റ്റി പ്രവൃത്തികളുമാണ് ഈ പ്രവൃത്തിയിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷാ രൈരോത്ത്, തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തക്കയിൽ, കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ഷൈറീന, തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൊള്ളുമൽ ബാലൻ, പഞ്ചായത്ത് അംഗങ്ങളായ AK ഭാസ്കരൻ, K ഷൈമ, VP സുരേന്ദ്ര മാസ്റ്റർ, പാനൂർ അസിസ്റ്റന്റ് എഞ്ചിനീയർ KP പ്രമോദ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ AP ഭാസ്കരൻ മാസ്റ്റർ, KK ദിനേശൻ മാസ്റ്റർ, P ദിനേശൻ, സജീവൻ യദുകുലം, KK ബാലൻ, മുകുന്ദൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് PP അശോക് കുമാർ, PK രാജൻ, ചിറ്റാരത്ത് മഹമ്മൂദ് തുടങ്ങിയവർ സംസാരിച്ചു. N രാധാകൃഷ്ണൻ അനുസ്മരണവും നാടക പ്രതിഭാ പുരസ്കാര സമർപ്പണവും കൂത്തുപറമ്പിൽ നടന്നു. നഗരസഭാ അധ്യക്ഷ V സുജാത ഉദ്ഘാടനം ചെയ്തു. N രാധാകൃഷ്ണൻ അനുസ്മരണവും നാടക പ്രതിഭാ പുരസ്കാര സമർപ്പണവും കൂത്തുപറമ്പിൽ നടന്നു. കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ V സുജാത ടീച്ചർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ സന്തോഷ് കീഴാറ്റൂരിനെ പോലെയുള്ള ഒരു പ്രതിഭ പങ്കെടുക്കുന്ന ഒരു പരിപാടി, അതുപോലെ സുരേഷ് ബാബു ശ്രീസ്ത, കലാമണ്ഡലം മഹേന്ദ്രൻ എൻ്റെ ശിഷ്യനും കൂടിയാണ്.
അപ്പോൾ ഇവരൊക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തില്ലെങ്കിൽ അതൊരു നഷ്ടമാണ്. ഏതായാലും ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിലുള്ള സന്തോഷവും കൂടി പങ്കുവെച്ചുകൊണ്ട് ഈ അനുസ്മരണ പരിപാടിയും അതുപോലെ നാടക പ്രതിഭാ പുരസ്കാര സമർപ്പണം രാധാകൃഷ്ണന്റെ സ്മരണക്കായി ഏർപ്പെടുത്തിയ നാടക പ്രതിഭാ പുരസ്കാരം ചടങ്ങിൽ സമ്മാനിച്ചു. നാടക നടൻ സന്തോഷ് കീഴാറ്റൂരാണ് പുരസ്കാരത്തിന് അർഹനായത്. സുരേഷ് ബാബു ശ്രീസ്ത പുരസ്കാര സമർപ്പണം നടത്തി. എ യതീന്ദ്ര മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. എൻ ധനഞ്ജയൻ അധ്യക്ഷനായി. കലാമണ്ഡലം മഹേന്ദ്രൻ വിശിഷ്ടാതിഥിയായി. വിനോദ് നരോത്ത് സ്വാഗതം പറഞ്ഞു. രാജേന്ദ്രൻ തായാട്ട്, അരവിന്ദാക്ഷൻ, എ യു രജിത, രവീന്ദ്രൻ നളന്ത, ബി പി പത്മനാഭൻ, സുരേഷ് ചെണ്ടയാട്, രാമദാസൻ, വിജയൻ രാജകല, ടി ഭരതൻ, ശിവദാസൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. സന്തോഷ് കീഴാറ്റൂർ മറുപടി പ്രസംഗം നടത്തി. വലിയ പ്രയാസങ്ങളൊന്നുമില്ല, ഒരു പ്രയാസമില്ല പഴയതുപോലെയൊന്നും. പക്ഷെ ഭയങ്കര മനസ്സ് അസ്വസ്ഥമാകുന്നത് ഈ കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോഴാണ്. അപ്പോൾ വല്ലാതെ തളരുമ്പോൾ ഒരു കോള് സുരേഷ് ഏട്ടൻ്റെ, ശ്രീസ്തയുടെ വരും, അങ്ങനെ രാജേന്ദ്രേട്ടൻ്റെ വരും, വിനോദ് മാഷിൻ്റെ വരും. അപ്പോഴാണ് നമ്മൾ ഒന്നും കൂടി ഉണരുക. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു വലിയൊരു അഭിനയ നടനം കാണിച്ച, നാട്യധർമ്മി പഠിച്ച, ഒരു വലിയ കലാകുടുംബത്തിൽ ജനിച്ച, പെട്ടെന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ, ഒരുപാട് മോഹങ്ങൾ ബാക്കി വെച്ച് വിട്ടുപിരിഞ്ഞു പോയ ആ വലിയ ഒരു കലാകാരൻ്റെ പേരിലുള്ള മൂന്നാമത് പുരസ്കാരം ഞാൻ പറഞ്ഞല്ലോ, ചെറിയ 16ാമത്തെ വയസ്സിൽ ഒന്നും തിരിയാത്ത കാലത്ത്, എന്താണ് അഭിനയം, എന്താണ് നാടകം, അല്ലേ, ഒന്നും തിരിയാത്തൊരു കാലത്ത് ഒരു പക്ഷേ തെയ്യം കെട്ടുന്നവർക്കറിയാം മേലേരിയിൽ പോകുമ്പോൾ അത് പൊള്ളുമെന്നത്. പക്ഷേ എങ്കിലും ആൾക്കാർ മുമ്പിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കണമല്ലോ. അതുപോലെ കൃത്യമായിട്ട് ദേഹം പൊള്ളും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ നാടകരംഗത്തേക്ക് വന്നത്. സുരേഷ് അയിലൂർ രചനയും സംവിധാനവും നിർവഹിച്ച ദി ക്യാപ് നാടകവും തുടർന്ന് അരങ്ങേറി. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസൈ വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. മലയാള കലാഗ്രാമത്തിലെ നിലവിലുള്ള കോഴ്സുകളുടെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഭരതനാട്യം, കുച്ചിപ്പുടി, സംഗീതം, വയലിൻ, മൃദംഗം, പെയിന്റിംഗ്, മ്യൂറൽ പെയിന്റിംഗ്, യോഗ എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം. വിദഗ്ധ അധ്യാപകർ, വിസിറ്റിംഗ് ഫാക്കൽറ്റി സേവനങ്ങൾ. ബന്ധപ്പെടേണ്ട നമ്പർ 049023329161, 7907361149, 9447646125. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry.
Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. മറ്റു വാർത്തകളിലേക്ക്. അഖില ഭാരതീയ വിശ്വകർമ്മ മഹാസഭ മാഹി മേഖലാ കമ്മിറ്റിയുടെ 52ാം വാർഷിക സമ്മേളനവും ജനറൽ ബോഡി യോഗവും നടന്നു. വാർഷിക സമ്മേളനം അഡ്വക്കേറ്റ് NP വിജിത്ത് വിജു ഉദ്ഘാടനം ചെയ്തു. മാഹി വിശ്വകർമ്മ മഹാസഭ വാർഷിക സമ്മേളനം മാഹിയിൽ നടന്നു. മാഹി മേഖലാ കമ്മിറ്റിയുടെ 52ാം വാർഷിക സമ്മേളനവും ജനറൽ ബോഡി യോഗവുമാണ് മാഹിയിൽ നടന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായി മുതിർന്ന സഭാംഗം രാധാ കുഞ്ഞിക്കണ്ണൻ പതാക ഉയർത്തി. വാർഷിക സമ്മേളനം അഡ്വക്കേറ്റ് NP വിജിത്ത് വിജു ഉദ്ഘാടനം ചെയ്തു. നമ്മൾ സമുദായത്തിനോട് പ്രവർത്തിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരിക്കൽ സമുദായം നമ്മുടെ അടുത്ത് വരില്ല. നമ്മൾ വിശ്വകർമ്മ എന്ന സമുദായത്തിൽ ജനിച്ചതുകൊണ്ട് നമ്മുടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിശ്വകർമാവിന് വേണ്ടി, വിശ്വകർമ്മ ദേവന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് അതിന്റെ ഗുണങ്ങൾ നമുക്ക് ഒരു ഉദാഹരണം അറിയാം. നമ്മളിപ്പോ തലശ്ശേരിയിൽ ഒരു കാലഘട്ടം നിങ്ങൾക്കെല്ലാം അറിയാം. ഏറ്റവും വലിയ പ്രഗത്ഭരായ കച്ചവടം നടത്തിയത് സ്വർണ്ണപ്പണിക്കാരുണ്ട്. അവരുടെ അവസ്ഥ ഇപ്പൊ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? എല്ലാ മേഖലകളിലും ക്രിസ്ത്യൻസും മുസ്ലിംസും കൈയടക്കി. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ? ജനങ്ങൾ പിന്നോട്ട് മാറുന്നു. ഒരു സമ്മേളനത്തിലും ഇതിലും എനിക്കിപ്പോ ഇവിടെ വന്നിട്ട് 2 അശോകത്തെ വിളിച്ചിട്ട് എനിക്ക് പെട്ടെന്ന് ഒഴിവാക്കാം. പക്ഷേ ഒരു സമുദായ മെമ്പർ എന്ന നിലയിൽ എനിക്ക് പെട്ടെന്ന് അവഗണിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. EN ശ്രീധരനാചാര്യ സ്മാരക ഉപഹാര വിതരണവും ചടങ്ങിൽ നടത്തി. പ്രസിഡന്റ് അങ്ങാടിപ്പുറത്ത് അശോകൻ അധ്യക്ഷനായി. AP രാജേന്ദ്രൻ, സുനില സുരേന്ദ്രൻ, CM ദാമോദരൻ, A ഉദയകുമാർ, ABBM മാഹി മേഖലാ സെക്രട്ടറി PV പ്രജിത്ത്, രമ്യ രജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് പാനൂർ നഗരസഭാ കൺവെൻഷനും നഗരസഭയിലെ മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾക്കുള്ള ആദരവും പെരിങ്ങത്തൂർ TTI ഹാളിൽ നടന്നു. നിരവധി ആളുകൾ സംബന്ധിച്ചു. കൺവെൻഷൻ ഉദ്ഘാടനവും ജനപ്രതിനിധികൾക്കുള്ള ഉപഹാര സമർപ്പണവും മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് PPS സലാം നിർവഹിച്ചു. മാറ്റുന്ന പ്രക്രിയകളൊക്കെ നടന്നെങ്കിലും നമ്മുടെ നേതൃത്വത്തിൽ നമ്മുടെ ജനപ്രതിനിധികളും നേതാക്കളൊക്കെ നിരന്തരം ജാഗ്രതയോടെ ഇടപെട്ട് വാർഡുകളൊക്കെ നമുക്ക് അനുകൂലമായി തന്നെ നിലനിൽക്കുന്ന കാര്യത്തിൽ ഏറെക്കുറെ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഇന്നലെ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിശ്ചയിക്കുക ഈ 2 നടപടികളാണ് ഇലക്ഷന്റെ മുന്നോടി അവരോട് ചെയ്തു തീർക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട സംസ്ഥാന ജില്ലാ കമ്മിറ്റികളുടെ നിർദ്ദേശങ്ങളൊക്കെ ഷാളുകൾ വിശദീകരിക്കുന്നു. അതേപോലെ നമ്മുടെ നിരീക്ഷകൻ കൂടിയായിട്ടുള്ള ഗഫൂറുണ്ട്. അവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് പ്രതീക്ഷിക്കാം. മുസ്ലിം ലീഗ് നഗരസഭാ പ്രസിഡന്റ് ആവോലം ബഷീർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി PK ഷാഹുൽ ഹമീദ്, ട്രഷറർ ഡോക്ടർ NA റഫീഖ്, നഗരസഭാ മുൻ ചെയർമാൻ V നാസർ മാസ്റ്റർ, നഗരസഭാ നിരീക്ഷകൻ M ഗഫൂർ, G മഹറൂഫ്, MC അൻവർ, NP മുനീർ, നൌഷാദ് അണിയാരം, ഹനീഫ ബാങ്കിൽ, അലി നാനാർത്ത്, UK അബ്ദുള്ള, V സമീർ എന്നിവർ സംസാരിച്ചു. ഗുരുധർമ്മ പ്രചരണ സഭ കണ്ണൂർ ജില്ലാ സമ്മേളനം തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര സന്നിധിയിൽ
വിപുലമായ പരിപാടികളോടെ നടന്നു. GDPS കേന്ദ്ര സമിതി സെക്രട്ടറി ശ്രീമദ് അസംഘാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. ഗുരുധർമ്മ പ്രചരണ സഭ കണ്ണൂർ ജില്ലാ സമ്മേളനം തലശ്ശേരിയിൽ നടന്നു. തലശ്ശേരി ജഗന്നാഥക്ഷേത്ര സന്നിധിയിലാണ് സമ്മേളനം നടന്നത്. GDPS കേന്ദ്ര സമിതി സെക്രട്ടറി ശ്രീമദ് അസംഘാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. ആത്മബന്ധം നേരിട്ട് ശ്രീനാരായണ ധർമ്മ സംഘവുമായിട്ടാണ്. സഭയുടെ പുറകിൽ പ്രവർത്തിക്കുന്നത് ശ്രീനാരായണ ധർമ്മ സംഘമാണ്. ശ്രീനാരായണ ധർമ്മ സംഘത്തിന് തൊട്ടുപുറകിൽ ശിവഗിരി മഠവും, ശിവഗിരി മഠത്തിന് തൊട്ടുപുറകിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുവും. ലോകമെമ്പാടുമുള്ള ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ എല്ലാം ആത്മീയ കേന്ദ്രം എന്ന് പറയുന്നത് ശിവഗിരി മഠമാണ്. അതുകൊണ്ടാണ് എല്ലാ പ്രസ്ഥാനങ്ങളും തീർത്ഥയാത്ര ചെയ്യുന്നത് ശിവഗിരി മഠത്തിലേക്കാണ്. എന്തുകൊണ്ടാണ് ശിവഗിരി മഠം നമ്മുടെ എല്ലാം ആത്മീയ കേന്ദ്രവും തീർത്ഥാടന കേന്ദ്രവും ആയിത്തീരുന്നത്? എന്തുകൊണ്ടാണ്? ധാരാളം മഠങ്ങളുണ്ട്. തലശ്ശേരി ജഗന്മാത ക്ഷേത്രങ്ങളുണ്ട്, തൊട്ടും എത്രയോ മഠങ്ങളുണ്ട്, ഗുരുമഠങ്ങളുണ്ട്. പിന്നെ അരുവിപ്പുറം ക്ഷേത്രമുണ്ട്. ജില്ലാ പ്രസിഡന്റ് CK സുനിൽകുമാർ അധ്യക്ഷനായി. ശിവഗിരി മഠത്തിലെ ശ്രീമദ് അംബികാനന്ദ സ്വാമികൾ മുഖ്യ പ്രഭാഷണം നടത്തി. ശിവഗിരി മഠം GDPS രജിസ്ട്രാർ KT സുകുമാരൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. PJ ബിജു പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. തലശ്ശേരി ജ്ഞാനോദ്യോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് K സത്യൻ, C ചന്ദ്രൻ ദില്ലി, രവീന്ദ്രൻ മാസ്റ്റർ പൊയിലൂർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. PP സുരേഷ് ബാബു, CT അജയകുമാർ, സജിത് നാരായണൻ, രവീന്ദ്രൻ പൊയിലൂർ, MV രാജീവൻ, റാഷിഫ്, കട്ടപ്പന സജീഷ്, VP ദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ മാതൃസമ്മേളനം ശാന്ത സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ രാജേഷ് സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. സ്വാമി പ്രേമാനന്ദ അനുഗ്രഹ ഭാഷണം നടത്തി. PK ഗൗരി ടീച്ചർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സീന സുർജിത്ത്, സബിത രവീന്ദ്രൻ, K സർല ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. പാറാട് പാട്ടിൻകൂട്ട് മ്യൂസിക് നോട്ട്, വടക്കേപ്പൊയിലൂർ സാമ സംഗീത ഗുരുകുലം, കുന്നോത്തുപറമ്പ് അമൃതവർഷിണി മ്യൂസിക് ക്ലാസ് എന്നിവയുടെ നേതൃത്വത്തിൽ വയലാർ അനുസ്മരണം നടത്തി. പരിപാടി ശ്രോതാക്കൾക്ക് വേറിട്ട അനുഭവമായി. 1000 പാദസരങ്ങൾ എന്നു പേരിട്ട പരിപാടി പാനൂർ BRC ട്രെയിനർ C നിഷാറാണി ഉദ്ഘാടനം ചെയ്തു. കവിയാണ് മലയാളത്തിന്റെ എക്കാലത്തെയും പ്രിയങ്കരനായ ശ്രീ വയലാർ രാമവർമ്മ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഹൃദയം കൊണ്ട് പാടി, സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. വയലാർ യഥാർത്ഥത്തിൽ ചങ്ങമ്പുഴ കവികളുടെ ശക്തമായ സ്വാധീനത്തെ പിന്തുടർന്നാണ് കാവ്യലോകത്തിൽ എത്തിച്ചേരുന്നത്. അതിനു മുമ്പ് മലയാളത്തിൽ നിറഞ്ഞു നിന്ന ഒരു അന്തരീക്ഷം, മാറ്റുവിൻ ചട്ടങ്ങളെ എന്നു പാടി മലയാളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിലാകെ പ്രബുദ്ധത പടർത്തിയ മഹാകവി കുമാരനാശാൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ തരംഗങ്ങളിൽ ഉള്ളുണർത്തിയ മഹാകവി വള്ളത്തോൾ സൃഷ്ടിച്ച അന്തരീക്ഷം, NV കൃഷ്ണവാര്യർ തുടങ്ങിയ കവികളുടെ കടന്നുവരവ്, ഇത്തരത്തിൽ പ്രബുദ്ധമായ ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് കവിതയെ ജനകീയമാക്കിയ പദവിന്യാസങ്ങളുടെയും ജനഹൃദയങ്ങളെ തൊട്ടുഴിഞ്ഞ താളലയങ്ങളുടെയും മേളനത്തോടെ കവിതയെ ഏറ്റവും കൂടുതൽ ജനകീയമാക്കിയ ചങ്ങമ്പുഴ കവികളുടെ ഒരു തുടർച്ചക്കാരനായി അല്ലെങ്കിൽ ആ സ്വാധീനത്തിൽ നിന്നുകൊണ്ട് തന്നെ U ബാലചന്ദ്രൻ വയലാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. തുടർന്ന് പാട്ടിൻകൂട്ടിലെ അംഗങ്ങൾ ഗാനങ്ങളിലൂടെ വയലാറിനെ അനുസ്മരിച്ചു.
വിളിക്കുവതാരോ ക്രിസ്ത്യാനിയായി നമ്മളെ കണ്ടാലറിയാതായി ലോകം ഭ്രാന്താദയമായി ഹിന്ദുവായി മുസൽമാനായി ക്രിസ്ത്യാനിയായി വെളിച്ചത്തിൽ കതിരെടുത്ത് അതിൽ നിൻ പ്രസാദം ചാലിച്ച് നെറ്റിയിലിട്ട് വെളുത്ത വസ്ത്രത്തിനാൽ അഭിഷേകം ശുദ്ധ കടപചന്ദനങ്ങളാൽ അഭിഷേകം വീരേതുലകിനും അധിപതിയാമെന്നയ്യപ്പ എന്നിൽ കാരുണ്യാമൃത തീർത്ഥം ചൊരിയണമയ്യപ്പ. അനുസ്മരണം ശ്രോതാക്കൾക്ക് അവിസ്മരണീയമായി. തുടർന്നുള്ള ദിവസങ്ങളിലും അനുസ്മരണ സായാഹ്നങ്ങൾ നടത്തുമെന്ന് പ്രോഗ്രാം കോർഡിനേറ്റർ പ്രമോദ് ജെ ഗോവിന്ദ് പറഞ്ഞു. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സിനോടനുബന്ധിച്ച് യോഗ പ്രദർശനം സംഘടിപ്പിച്ചു. വടക്കുംപാട് തിരുവോത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന പരിപാടിയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് PM അഖിൽ ഉദ്ഘാടനം ചെയ്തു. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP ശ്രീഷ അധ്യക്ഷത വഹിച്ചു. വാർഡ് അംഗം M ബാലൻ സ്വാഗതം പറഞ്ഞു. തുടർന്ന് യോഗ പരിശീലക രേഷ്മയുടെ നേതൃത്വത്തിൽ നടന്ന യോഗ പ്രദർശനത്തിൽ 50ഓളം പേർ പങ്കെടുത്തു. വാർഡ് അംഗം M ബാലൻ സ്വാഗതവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P ഷാജി നന്ദിയും പറഞ്ഞു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം.
കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. മറ്റു വാർത്തകളിലേക്ക്. DYFI മാഹി മേഖലാ സമ്മേളനം മുണ്ടോക്കിൽ വെച്ച് നടന്നു. വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന നഗരസഭാ തെരഞ്ഞെടുപ്പ് ഉടൻ നടത്തണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. DYFI കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം KP ഷിബിന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേവലം DYFI സംബന്ധിച്ചിടത്തോളം ഇതൊരു സമ്മേളനമായ ഒരു അജണ്ട പൂർത്തീകരിച്ച് പോവുക, അല്ലെങ്കിൽ ഒരു ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ സമ്മേളനങ്ങൾ നടത്തുക എന്നതിലപ്പുറം നമ്മുടെ സംഘടനാ സമ്മേളനം എന്ന് പറയുന്നത് സംഘടനയുടെ നേട്ടങ്ങളും കോട്ടങ്ങളും ചർച്ച ചെയ്ത് പരിഹരിച്ച് ഇനി ഈ കാലഘട്ടത്തിൽ നാം ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങൾ, മുദ്രാവാക്യങ്ങൾ, സമരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് സമ്മേളനത്തിലൂടെ തീരുമാനിച്ചു പോകേണ്ടതായിട്ടുണ്ട്. സമ്മേളനം നടക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ഒരു കാലഘട്ടം ലോക മുതലാളിത്തത്തിന്റെ ഒരു നീരാളിപ്പിടുത്തത്തിലാണെന്ന് നമുക്ക് ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി സാധിക്കും. കാരണം ലോകരാജ്യത്തിൽ ഭൂരിഭാഗം വരുന്ന രാജ്യങ്ങളും മുതലാളിത്തത്തിന്റെ കൈകളിലാണ്. CT സുധീഷ്, ധനിലേഷ് ചെറുകല്ലായി, AC നിതിൻ എന്നിവരടങ്ങുന്ന പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു. സംഘടക സമിതി ചെയർമാൻ CT വിജീഷ് സ്വാഗതം പറഞ്ഞു. DYFI കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം ഫിദ പ്രദീപ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് M പ്രജീഷ് എന്നിവർ സംസാരിച്ചു. വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ഉടൻ നടത്തുക, വിദ്യാഭ്യാസ മേഖലയും തൊഴിൽ മേഖലയും തകർക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥ നിലപാടുകൾ അവസാനിപ്പിക്കുക തുടങ്ങിയ വിഷയങ്ങളിൽ സമ്മേളനം പ്രമേയം പാസാക്കി. സമ്മേളനം 15 അംഗ മേഖലാ കമ്മിറ്റിയെയും സെക്രട്ടറിയായി നീരജ് പുത്തലത്തെയും ജോയിന്റ് സെക്രട്ടറിമാരായി ധനിലേഷ് ചിറകലായി, ധന്യ അനിൽ ബാബു എന്നിവരെയും, പ്രസിഡന്റായി CT സുധീഷിനെയും വൈസ് പ്രസിഡന്റുമാരായി പ്രനീഷ്, ലിംല അനിൽ എന്നിവരെയും ട്രഷറർ ആയി AC നിതിനെയും തിരഞ്ഞെടുത്തു. ചെമ്പാട് മുസ്ലിം സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. പൊന്നംപാലത്ത് നടന്ന ക്യാമ്പിൽ 200ഓളം ആളുകൾ പങ്കെടുത്ത് പരിശോധന നടത്തി. മുസ്ലിം സർവീസ് സൊസൈറ്റി ചെമ്പാട് യൂണിറ്റിൻ്റെയും തലശ്ശേരി 3-ാം മൈൽ കോൺട്രസ്റ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സൗജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചത്. പൊന്നംപാലം റോഡിലെ PM മുക്കിൽ സംഘടിപ്പിച്ച ക്യാമ്പ് പനന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK മണിലാൽ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമുക്ക് പണം ഉണ്ടായിട്ട് കാര്യമില്ല, നമുക്ക് സമയം ഉണ്ടായിട്ട് കാര്യമില്ല, നമുക്ക് അറിവുണ്ടായിട്ടും കാര്യമില്ല. നമ്മൾ അലസരാണ്, ഗൗരവം കാണിക്കുന്നില്ല ഈ കാര്യത്തിൽ എന്നുള്ളത് കേരളത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന ഈ കാലത്തെ അടുത്ത കാലത്തെ പ്രശ്നമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗൗരവത്തോടുകൂടി തന്നെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളെ കാണാൻ കഴിയണം. കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്, ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തെ എടുത്താലും കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് ആരോഗ്യരംഗത്ത് നിരന്തരമായി പരിശോധനകളും ടെസ്റ്റുകളുമെല്ലാം നടത്തി നമ്മുടെ രോഗങ്ങളെക്കുറിച്ച് ആകുലരായി പരിശോധന നടത്തി നമ്മൾ രോഗം കണ്ടെത്തി വേഗത്തിൽ ചികിത്സ നടത്തുന്ന രീതി നമുക്ക് മാത്രം സ്വന്തമായിട്ടുള്ള കാര്യമാണ്. അത് കേരളത്തിൻ്റെ മികച്ച വിദ്യാഭ്യാസത്തിൻ്റെയും കേരളത്തിലെ മികച്ച ആരോഗ്യപരമായ സമീപനങ്ങളുടെയും നേട്ടമാണ്.
MSS ചമ്പാട് യൂണിറ്റ് പ്രസിഡന്റ് PM അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി M സക്കറിയ, ജില്ലാ ട്രഷറർ PM അബ്ദുൽ ബഷീർ, വനിതാ വിംഗ് ചമ്പാട് യൂണിറ്റ് സെക്രട്ടറി മുംതാസ് ചമ്പാട് എന്നിവർ സംസാരിച്ചു. റഹീം ചമ്പാട്, റഫീഖ് പാറയിൽ, മുഹമ്മദ് കാവിൽ, ജലീൽ ചമ്പാട്, TT അസ്കർ, നസീർ ഇടവലത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. തിമിര ശസ്ത്രക്രിയ ആവശ്യമായി വന്ന രോഗികൾക്ക് തലശ്ശേരി കോൺട്രസ്റ്റ് നേത്ര സംരക്ഷണ ആശുപത്രിയിൽ വെച്ച് സൗജന്യമായി ശസ്ത്രക്രിയ നടത്തും. ശസ്ത്രക്രിയക്കായി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കോൺട്രസ്റ്റ് ആശുപത്രിയിൽ നിന്നും ശസ്ത്രക്രിയയും ആശുപത്രിയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ വീട്ടിൽ ഉപയോഗിക്കാനുള്ള മരുന്നും പൊടിപടലങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന കറുത്ത കണ്ണടയും സൗജന്യമായി ലഭിക്കും. ക്യാമ്പിൽ പങ്കെടുത്തവരിൽ നിന്നും കണ്ണടകൾ നിർദ്ദേശിച്ചവർക്ക് കോൺട്രസ്റ്റ് കണ്ണട ആശുപത്രിയുടെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ കണ്ണടകളും വിതരണം ചെയ്യും. സംസ്ഥാന കായികമേളയിൽ വളയം UP സ്കൂളിന് തിളക്കമാർന്ന നേട്ടം. യുവപ്രതിഭകളായ സിയാസ് സുനിൽ, UK സാൻഡ്രാങ്ക് എന്നിവർക്ക് സ്കൂളും നാടും ചേർന്ന് ഉജ്ജ്വല സ്വീകരണമൊരുക്കി. സംസ്ഥാന കായികമേളയിൽ 100 മീറ്റർ ഓട്ടത്തിൽ വെള്ളി മെഡൽ ജേതാവാണ് സിയാസ് സുനിൽ. 100 മീറ്ററിൽ സംസ്ഥാന തലത്തിൽ പങ്കെടുത്ത താരമാണ് UK സാൻഡ്രാങ്ക്. ഈ വിജയത്തിലേക്ക് CO സുനിലിന് താങ്ങായി പൂർവ്വ വിദ്യാർത്ഥിനിയായ സാൻഡ്രിയയാണ് ഓടിയത്. വിജയത്തിന് വഴികാട്ടിയ സാൻഡ്രിയയും ചടങ്ങിൽ പ്രത്യേകം അഭിനന്ദിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും PTA പ്രതിനിധികളും അണിനിരന്ന വർണ്ണശബളമായ ഘോഷയാത്രയോടുകൂടിയാണ് വിജയികളെ സ്കൂളിലേക്ക് വരവേറ്റത്. വിജയികൾക്ക് മൊമൻറ്റോകളും സമ്മാനിച്ചു. വെള്ളി മെഡൽ ജേതാവായ സിയാസ് സുനിലിന് മൊമൻറ്റോയ്ക്ക് പുറമെ ഒരു വെള്ളിക്കൊലുസും പ്രത്യേക സമ്മാനമായി നൽകി. തൂണേരി BRC BPC സജീവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ലഭിക്കേണ്ട അംഗീകാരം നാട്ടിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു സങ്കടകരമായ കാര്യമാണ്. എന്നാൽ ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ എന്ന നിലയിൽ ആദ്യമായി ഈ ഇൻക്ലൂസീവ് സ്പോർട്സിൽ പങ്കെടുത്ത കുട്ടികളെ അഭിനന്ദിക്കുന്ന ആദ്യത്തെ പുണെ BRCയിലെ ആദ്യത്തെ ഒരു സ്കൂളാണ് അതിനെ മുൻകൈയെടുത്ത ഈ സ്കൂളിന്റെ ടീച്ചറെയും അതേപോലെ അധ്യാപകരെയും PTA സംവിധാനത്തെയും നാട്ടുകാരെയും പ്രത്യേകം അഭിനന്ദനവും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കട്ടെ. കാരണം ഇൻക്ലൂസീവ് സ്പോർട്സ് നടന്നത് സംസ്ഥാന കായികമേള നടക്കുന്ന അതേ രീതികളിൽ തന്നെയാണ്. ചന്ദ്രശേഖരനാഥ സ്റ്റേഡിയം, യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം, സെൻട്രൽ സ്റ്റേഡിയം, അങ്ങനെ തുടങ്ങി തിരുവനന്തപുരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള മിക്ക സ്റ്റേഡിയങ്ങളിലും ഈ പരിപാടി നടക്കുകയായിരുന്നു. അന്ന് പോരിച്ചൊരിയുന്ന മഴയും പെയ്തു. ആവേശകരമായ പല മത്സരങ്ങളും അവസാനിച്ചത് ഫുട്ബോൾ മത്സരം നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ്. ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ അശോകൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി പ്രദീപ് കുമാർ പള്ളിത്തറ, മദർ PTA പ്രസിഡന്റ് ലിജിബ, സ്കൂൾ മാനേജർ PK രാധാകൃഷ്ണൻ, സാൻഡ്രിയ എന്നിവർ സംസാരിച്ചു. സ്കൂളിലെ പ്രധാനാധ്യാപിക VK അനില സ്വാഗതവും അധ്യാപിക M ബിന്ദു നന്ദിയും പറഞ്ഞു.
സമസ്ത സെന്റിനറിയുടെ ഭാഗമായി SYS പെരിങ്ങത്തൂർ സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹലോകം പഠന സംഗമം ചൊക്ലിയിൽ വെച്ച് നടത്തി. വിവിധ സെഷനുകളിലായി നടന്ന പരിപാടിയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. തിരുവസന്തം 1500 എന്ന പ്രമേയത്തിൽ നടക്കുന്ന വ്യത്യസ്ത പദ്ധതികളുടെ ഭാഗമായാണ് പഠന സംഗമം നടത്തിയത്. സ്വാഗത സംഘ ചെയർമാൻ KP അബ്ദുൽ മജീദ് മാസ്റ്റർ പതാക ഉയർത്തി. സമസ്ത ജില്ലാ സെക്രട്ടറി അഷ്റഫ് സഖാഫി കടവത്തൂർ ഉദ്ഘാടനം ചെയ്തു. 24 hour 24 മണിക്കൂറും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്മിനുകളുമായി കണക്ഷൻ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. മാ മിൻ അഹദി യുസല്ലിമു അലയ്യ ഇല്ലാ വറദ്ദല്ലാഹു റൂഹി ഫഅർദ അലൈഹി സലാം. എല്ലാ നിമിഷങ്ങളിലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഅ്മിനുകൾ സലാം ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. സലാം ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ് എല്ലാ മിനിറ്റുകളിലും. ആ സെക്കൻഡുകളിലും മിനിറ്റുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് നമുക്ക് സലാം മടക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് മാത്രമാണോ നമുക്ക് ഖൈർ? എല്ലാവർക്കും പരിചിതമായ മഷ്ഹൂറായ ഒരു ഹദീസ് ഉണ്ടല്ലോ. സോൺ പ്രസിഡന്റ് ഷംസുദ്ദീൻ സക്കാഫി അധ്യക്ഷത വഹിച്ചു. SYS പെരിങ്ങത്തൂർ സോൺ ജനറൽ സെക്രട്ടറി അൻസാർ കടവത്തൂർ സ്വാഗതം പറഞ്ഞു. റിസാലത്ത് മാധ്യമ നിലപാടിൻ്റെ സൗന്ദര്യം, നബിസ്നേഹത്തിൻ്റെ മധുരം, നബിസയുടെ കർമ്മഭൂമിക, ഉസ്വത്തുൽ ഹസ്ന എന്നീ സെഷനുകളിലായി സയ്യിദ് ത്വാഹ തങ്ങൾ കുറ്റ്യാടി, അബ്ദുൽ മജീദ് അസനി ചെങ്ങാനി, ഇബ്രാഹിം സഖാഫി കുമ്മോളി, ഇല്യാസ് സഖാഫി കൂമണ്ണ, ജാബർ നരോത്ത് എന്നിവർ സംസാരിച്ചു. വൈകിട്ട് 4 മണിക്ക് നടന്ന പൂർണ്ണതയുടെ മനുഷ്യകാവ്യം എന്ന സെമിനാറിൽ N. അലി അബ്ദുള്ള, റഫീഖ് അണിയാരം, വിമീഷ് മണിയൂർ, ഫസലുദ്ദീൻ സക്കാഫി എന്നിവർ സംസാരിച്ചു. അബ്ദുഷുക്കൂർ മുസ്ലിയാർ, മുഹമ്മദ് മിസ്ബാഹി, KP അബ്ദുൽ മജീദ് മാസ്റ്റർ, നവാസ് കൂരാറ, അലി സക്കാഫി, നാസർ സക്കാഫി, അൻസാർ കടവത്തൂർ, മുഹമ്മദ് സക്കാഫി കടവത്തൂർ എന്നിവർ സംബന്ധിച്ചു. സ്നേഹലോകത്തിൻ്റെ ഭാഗമായി സ്നേഹനൗക, സ്നേഹപദം, സഞ്ചാരം, യൂണിറ്റ് പര്യടനം, സിയാറത്ത് തുടങ്ങിയ വ്യത്യസ്ത പരിപാടികൾ നടന്നു. അഖില കേരള ശാന്തിക്ഷേമ യൂണിയൻ കണ്ണൂർ ജില്ലാ സമ്മേളനം മട്ടന്നൂർ മഹാദേവ ഹാളിൽ നടന്നു. ക്ഷേത്ര പൂജാപ്രവൃത്തിയിലും അനുബന്ധ വൃത്തികളിലും ഏർപ്പെടുന്നവർക്ക് മതിയായ വേതനം ഉറപ്പാക്കണമെന്നും സ്വകാര്യ ക്ഷേത്ര ശാന്തിക്കാർക്ക് മെച്ചപ്പെട്ട വേതനം ലഭ്യമാക്കണമെന്നും ഉത്സവ അലവൻസ് നൽകണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ N. ഷാജിത്ത് ഉദ്ഘാടനം ചെയ്തു. വലിയ സന്തോഷമുള്ള ഒരു സമ്മേളന ചടങ്ങിലാണ് ഞാൻ നിങ്ങളെല്ലാം. കേരളത്തിലെ ആരാധന മൂർത്തികളെ കൃത്യമായി പരിപാലിക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളവരാണ് വേദിയിൽ സദസ്സിലുമുണ്ട്. സ്വാഭാവികമായി ഇത്തരം സമ്മേളനങ്ങൾ കൃത്യതയുടെയും സംഘടനയുടെ കെട്ടുറപ്പിനെ ശക്തിപ്പെടുത്താൻ പറ്റുന്ന രീതിയിലും സംഘടിപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ പ്രവർത്തനത്തിനിടയിൽ സാധിക്കുമോ എന്നുള്ള ആശങ്കയാണ് രഘു ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി എന്നെ ക്ഷണിച്ചപ്പോൾ എനിക്കുണ്ടായിരുന്നത്. ഇതിനൊക്കെ എവിടെ നിന്നാണ് നേരം കിട്ടുക എന്നുള്ള ചിന്തയായി. എന്നാൽ നമുക്ക് സമയം കണ്ടെത്തിയേ മതിയാവൂ എന്നുള്ളതാണ് ഇവിടെ ഞാൻ ഈ വേദിയിലേക്ക് കയറി വരുമ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരുന്ന യോഗക്ഷേമ സഭയുടെ നേതൃത്വത്തിലുള്ള ആൾ സംസാരിക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ട്. ജില്ലാ പ്രസിഡന്റ് AP ശംഭു നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. തിടമ്പ് നൃത്തകലാകാരൻ വടക്കുന്നം ഹരികൃഷ്ണൻ നമ്പൂതിരിയെ ചടങ്ങിൽ ആദരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നീരജ് M. നമ്പൂതിരി, ജില്ലാ സെക്രട്ടറി കരിമ്പന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, PN ദാമോദരൻ നമ്പൂതിരി, മധു മരങ്ങാട്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാജി M. നമ്പൂതിരി, നീലമന രഞ്ജിത്ത് നരസിംഹൻ നമ്പൂതിരി, കൊട്ടാരം ജയരാമൻ നമ്പൂതിരി, ജില്ലാ ട്രഷറർ പോർക്കളം സുബ്രഹ്മണ്യൻ നമ്പൂതിരി, KT രാജൻ, KV ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു.
വടക്കുംപാട് മടത്തുംഭാഗം കൂട്ടായ്മ 10ാം വാർഷികം ആഘോഷിച്ചു. വിവിധ കലാപരിപാടികളും നടന്നു. കുടുംബസംഗമത്തിൽ പ്രസിഡന്റ് അരുൺ നാരായണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സന്തോഷ് മൂർക്കോത്ത് സ്വാഗതം പറഞ്ഞു. CK മദനൻ, ട്രഷറർ MN വിശ്വനാഥൻ, MK അശോകൻ, M സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. TV ഹരികൃഷ്ണാനന്ദൻ നേതൃത്വം നൽകി. ചൈൽഡ് സൈക്കോളജിസ്റ്റായ R പാർവതി ഡയമെൻഷൻസ് ഓഫ് വെൽനസ് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. മുതിർന്ന അംഗങ്ങളായ K മാധവൻ, രവീന്ദ്രൻ അരവളത്ത് എന്നിവർ കുടുംബാംഗങ്ങൾക്കുള്ള സ്നേഹോപഹാരം നൽകി. NK കൺസ്ട്രക്ഷൻ ടൂൾസ് ആൻഡ് പവർ ടൂൾസ് ഫോർ റെന്റ് പാനൂരിനടുത്ത് വള്ളങ്ങാട് പ്രവർത്തനം ആരംഭിച്ചു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കാളികളായി. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം, മുകേരി പഞ്ചായത്ത് പ്രസിഡന്റ് P വത്സൻ, കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് K ലത എന്നിവർ ചേർന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മനു വള്ളങ്ങാട് ആദ്യ ഉപഭോക്താവായി. മുകേരി പഞ്ചായത്ത് അംഗം KK സജിലത, K കുഞ്ഞബ്ദുള്ള, PK പ്രവീൺ, ബിജു എളക്കുഴി, PPS സലാം, V സുരേന്ദ്ര മാസ്റ്റർ, PK ഷൗൽ ഹമീദ്, KK ധനഞ്ജയൻ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വെഡ്ഡിംഗ് സ്റ്റേജ്, മിക്സിംഗ് മെഷീൻ, ലിഫ്റ്റ് മെഷീൻ തുടങ്ങി നിർമ്മാണ മേഖലയിൽ ആവശ്യമായ തൂണുകളും ഷീറ്റുകളും കൂടാതെ പവർ ടൂളുകളും മിതമായ നിരക്കിൽ ഇവിടെ വാടകയ്ക്ക് ലഭ്യമാക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. റിവൈവ് ഫിസിയോതെറാപ്പി ക്ലിനിക്ക് സെൻട്രൽ ചെമ്പാട് ആയിഷ ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ A ശൈലജ ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത വിഭാഗമാണ് ഫിസിയോതെറാപ്പി. യാതൊരുവിധ പാർശ്വഫലങ്ങളുമില്ലാത്ത ചികിത്സാ രീതി എന്നതുകൊണ്ടുതന്നെ ഫിസിയോതെറാപ്പിക്കുള്ള പ്രാധാന്യവും ഏറെയാണ്. സെൻട്രൽ ചെമ്പാട് തൃപ്തി റോഡിൽ ആയിഷ ടവറിൽ ആരംഭിച്ച റിവൈവ് ഫിസിയോതെറാപ്പി ക്ലിനിക്ക് പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A ശൈലജ ഉദ്ഘാടനം ചെയ്തു.
ജില്ലാ പഞ്ചായത്ത് അംഗം ഇ വിജയൻ മാസ്റ്റർ, പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശശിധരൻ, പനിന്നൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ മോഹനൻ, സി രൂപ, ഹഫ്സത്ത് ഇടവലത്ത്, ശരണ്യ, ബാലസാഹിത്യകാരൻ പ്രേമാനന്ദ് ചമ്പാട്, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ കെ പി ആർ റഹീം, നസീർ ഇടവലത്ത്, കെ രാജൻ എന്നിവരടക്കം നിരവധി പ്രമുഖർ സംബന്ധിച്ചു. സ്പോർട്സ് ഫിസിയോതെറാപ്പിയിൽപ്പെടുന്ന ലിഗ്മെന്റ് ഇഞ്ചുറി, ഒടിവ്, ചതവ്, പേശി വലിവ്, പീഡിയാട്രിക് ഫിസിയോതെറാപ്പിയിൽപ്പെടുന്ന സെറിബ്രൽ പാൾസി, ജന്മനാ ഉള്ള മറ്റ് വൈകല്യങ്ങൾ, ഓർത്തോ ഫിസിയോതെറാപ്പിയിൽപ്പെടുന്ന കഴുത്തുവേദന, നടുവേദന, കാൽമുട്ടുവേദന, ഉപ്പൂറ്റുവേദന, ഡിസ്ക് സംബന്ധമായ അസുഖങ്ങൾ, ടെന്നീസ് എൽബോ, ന്യൂറോ ഫിസിയോതെറാപ്പി വിഭാഗത്തിൽപ്പെടുന്ന പക്ഷാഘാതം, പാർക്കിൻസൺസ് രോഗം, മുഖത്തുണ്ടാകുന്ന വ്യതിയാനം, നട്ടെല്ലിന് ക്ഷതമേൽക്കൽ, ഇഞ്ചുറി, മസ്തിഷ്കാഘാതം എന്നിവയിൽ ചികിത്സ ലഭ്യമാണ്. ഇവയ്ക്ക് പുറമെ ഡ്രൈ നീഡ്ലിംഗ്, ടാപ്പിംഗ്, മൊബിലൈസേഷൻ, സോഫ്റ്റ് ഇഷ്യൂ മാനിപ്പുലേഷൻ, ഇലക്ട്രോതെറാപ്പി, എക്സസൈസ് തെറാപ്പി എന്നിവയും ക്ലിനിക്കിൽ ലഭ്യമാണെന്ന് ഫിസിയോതെറാപ്പിസ്റ്റ് പി പി ജോസ്ന പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. കണ്ണൂർ റവന്യൂ ജില്ലാ കേരള സ്കൂൾ ശാസ്ത്രോത്സവം 30-31 തീയതികളിൽ തലശ്ശേരിയിലെ വിവിധ സ്കൂളുകളിലായി നടക്കും. റവന്യൂ ജില്ലയിലെ 6000-ഓളം വിദ്യാർത്ഥി പ്രതിഭകൾ മാറ്റുരയ്ക്കും. അരനൂറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് ചരിത്ര മുന്നേറ്റത്തിന് ചുക്ലിയുടെ കയ്യൊപ്പ്. മേക്കുന്നിലും ആണ്ടിപ്പീടികയിലും ഉൾപ്പെടെ 41 കുടുംബങ്ങൾക്ക് ചൊവ്വാഴ്ച സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ പട്ടയം അനുവദിക്കും. കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് ഓഫീസിന് പുതിയ കെട്ടിടമൊരുങ്ങുന്നു. കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ നിർവഹിച്ചു. തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ വടക്കേ പൊയിലൂർ കുഴിക്കൽ സെൻട്രൽ പൊയിലൂർ റോഡിന് ഒടുവിൽ ശാപമോക്ഷം. പ്രവൃത്തി ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.